ഹായ് ഫ്രണ്ട്സ് ഡെഡിപ്പോൾ ഹീറോയിൻ കൺഫ്യൂസിലുണ്ടായിരുന്നു ആറാമൻ ഹീറോയിൻ കേട്ടോ അത് എങ്ങനെ നമുക്ക് നടന്നത്. ആറാം പറഞ്ഞു ഇത് എങ്ങനെയായത് ആറാമനോട് പറയാറ്. ആറാമൻ പറയാനായിട്ട് ഷോക്കായി ഹീറോയ്ക്ക്. എന്ത് സർ ഇങ്ങനെ നടന്നതാന്ന് പറഞ്ഞു ഹീറോയിനൊന്ന്. ആറാമൻ ഭയങ്കര കെയറിങ് ആണ് ഹീറോയ്ക്ക്. കുട്ടേസ് പോകാൻ തുടങ്ങി ഹീറോയ്ക്ക്. ബേബീസ് ജനിച്ചു. ട്രിബിൾസ് ആണ് 3 കുട്ടികൾ. 3 കുട്ടികൾ ജനിച്ചായിരുന്നു. ആറാമക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആറാം ഭയങ്കര ബേബീസ് നന്നായിട്ട് കെയറിങ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. 3 ബേബീസാണ്. അതെ 3 ബേബീസ് ജനിച്ചായിരുന്നു. 3 ബേബീസ് ഹീറോയിൻ ഷോക്കായിരുന്നു. 3 ബേബീസ് ഷോക്കായിട്ട് ഹീറോയിൻ നോക്കിയായിരുന്നു. അങ്ങനെ 3 ബേബീസ് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അതെ ഒരു ബോയ് ബേബി 2 ഗേൾ ബേബി ആയിരുന്നു. ഹീറോയിൻ ബേബീസ് നന്നായി കെയറിങ് ചെയ്തതായിരുന്നു. കെയറിങ് ആയിട്ട് നോക്കുമായിരുന്നു. അതിനായിട്ട് ആറാമൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹീറോയിൻ ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിൻ പറയായിരുന്നു ഇപ്പോൾ കുട്ടികൾ വളർന്നു വലുതായി. 3 കുട്ടികൾ കളിക്കായിരുന്നു. ഇപ്പോൾ കുട്ടികളെല്ലാം ഹീറോയിൻ്റെ കുട്ടികൾ അതെ ആറാമൻ്റെ ബെസ്റ്റ് ബേബിൻ്റെ കുട്ടികൾക്കും സ്കൂളിൽ പോകാൻ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ പറയായിരുന്നു എന്താ ഇവിടെ നടക്കുന്നതെന്ന് ഹീറോയിൻ ഓർക്കുമായിരുന്നു. അതെ ഇപ്പോൾ ഹീറോയിൻ്റെ ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ 5 വയസ്സായി കുട്ടിക്ക്. ഇപ്പോൾ ഹീറോയിൻ വഴക്ക് പറയായിരുന്നു. ആറാം സമാധാനമൊക്കെ വരുന്നു. എന്താടാ നീ ചെയ്തതെന്ന്. ഇപ്പോൾ ഹീറോയിൻ്റെ കുട്ടിക്ക് പറഞ്ഞ 1 വയസ്സല്ല 2 വയസ്സൊന്ന് ആയി. അങ്ങനെ ഹീറോയിൻ വഴക്ക് പറയായിരുന്നു. ആറാമനൊക്കെ മുറിക്കായിരുന്നു. ആറാം എന്താണ് ഇങ്ങനെ മുറിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിലൊരു ഗേൾ കട്ടിയായിരുന്നു ഫോണിൽ. ഇതാരാന്ന് ഹീറോയിൻ മുറിച്ച് കേട്ടായിരുന്നു. ആറാമക്ക് ഷോക്കായിരുന്നു. അയ്യോ ഇവളൊക്കെ നീലമ്മ മുറിക്കണേ ഇതെൻ്റെ സെക്രട്ടറിയാണ്. ആറാം മുറിച്ചിട്ട് പറയുന്നു. ഈ സെക്രട്ടറി എനിക്ക് എന്താ അയച്ചു നോക്കുമെന്ന് പറയായിരുന്നു. അതെ വീഡിയോത്തിൽ നോക്കുമായിരുന്നു. സാറിൻ്റെ ബോയ് ഫ്രണ്ടാണ്. നിങ്ങളവരെ ഡിവോഴ്സ് ചെയ്തു. നമുക്ക് 2 പേരും എല്ലാം നടന്നു. ആ പെണ്ണ് അയച്ചായിരുന്നു. ആറാമക്ക് ടെൻഷനായി. വീട്ടിൽ നല്ല കെയറിങ് ഹസ്ബൻഡ്. ഹോസ്പിറ്റൽ ഓഫീസിൽ കോൾഡ് സിഒ ആയിരുന്നു ആറമ്മക്ക് വീഡിയോസ് ഫോട്ടോസ് എല്ലാം വന്നായിരുന്നു. എഡിറ്റിങ് ചെയ്തായിരുന്നു ആ പെണ്ണ്. ഇതുകൊണ്ട് ആറമ്മക്ക് ടെൻഷനായി. ഞാനിടുന്ന ഡ്രസ്സെല്ലാം ഡ്രസ്സിലിട്ട് പാക്ക് ചെയ്തിട്ട് ഡ്രസ്സ് ഓൾറെഡി ട്രിപ്പ് പോകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾറെഡി ഡ്രസ്സ് ഇട്ട് വേഗം അത് കോഷിട്ടിട്ട് ഓഫീസ് പോയായിരുന്നു. ഹീറോയിൻ കൺഫ്യൂസായി. പുറകിൽ പോയായിരുന്നു. ആറാമനെ ഫോളോ ചെയ്ത് ഓഫീസിൽ പോയി കത്ത് തുടങ്ങിയായിരുന്നു. ആ പെണ്ണിനെ ആറാമ വിളിച്ച് ഓഫീസിൽ പോയിട്ട് കത്ത് തരുമ്പോൾ ആ പെണ്ണ് വന്ന് സെക്രട്ടറി ഓടി വന്നു. എന്ത് പറ്റി സാർ പളാന്നൊരു അടി വെച്ചിരുന്നു. ഇങ്ങനെ കത്തുന്നുണ്ട്. ബാക്കി ഗേൾസ് ടെറർ പീസായിട്ട് പോകാൻ തുടങ്ങി. എന്തോ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെ പോവില്ല എന്ന് പറഞ്ഞ് ബാക്കി ഗേൾസ് എല്ലാം വന്നായിരുന്നു. ഫുള്ളും ഇങ്ങനെ പിന്നെ മെത്ത തുടങ്ങിയായിരുന്നു. ഹീറോയിൻ വന്നായിരുന്നു. ഹീറോയിൻ ഓഫീസിൽ എല്ലാവരും എതിരിൽ തല്ലിയായിരുന്നു ആ പെണ്ണിൻ്റെ വീട്ടിലൊക്കെ. ആ പെണ്ണിക്ക് ഷോക്കായിരുന്നു. എന്താ സാർ തല്ലിയ നീ എന്നെ എൻ്റെ വൈഫ്ക്ക് അയച്ചതെന്ന് പറഞ്ഞായിരുന്നു. സോറി സാർ നീ എനിക്ക് സെക്യൂരിറ്റി വേണ്ടെന്ന് പറഞ്ഞ് ഒരു ചെക്കനെ സെക്യൂരിറ്റി ആക്കി. ആ പെണ്ണ് ഷോക്കായിട്ട് ആ പെണ്ണിനെ അവിടുന്ന് പോയി. ഹാപ്പി എൻഡിങ് സ്റ്റോറി. ആ പെണ്ണിനെ മിരട്ടിയായിരുന്നു. മിരട്ടിയിട്ട് പോയിരുന്നു. ഹീറോയിനെ നോക്കി ചെല്ലായിരുന്നു ഇപ്പോൾ മനസ്സിലായി എനിക്ക്. സോറി എന്ന് ഹീറോയിനോട് പറയായിരുന്നു. പേഴ്സണൽ പാട്ടായിരുന്നു ഈ സ്റ്റോറി. അങ്ങനെ മിരട്ടിയായിരുന്നു. ആ പെണ്ണെ ജോലി പോയിട്ട് സെക്യൂരിറ്റി വെച്ചായിരുന്നു. സെക്യൂരിറ്റി വേണമെങ്കിൽ താങ്ക് യു സാർ എന്ന് പറഞ്ഞായിരുന്നു. ഡേയ്സ് പോകണമെങ്കിൽ ഹീറോയിൻ കയറിയ ഗേൾസൊക്കെ ആറാമെല്ലാം ഇൻട്രസ്റ്റ് ഉണ്ട്. ആറാമക്ക് മാരേജ് ആയിരുന്നു. ആ പെണ്ണ് പിള്ളേർക്കെല്ലാം അറിയായിരുന്നു. ആറാമനെ കണ്ടിക്കൊന്നുമില്ല പിന്നെ ആ ഗേൾസല്ല. ആ പെണ്ണൊക്കെ ഒരുപാട് ടെൻഷനായിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ ഹീറോയിൻ ബേബീസിൻ്റെ ജോലി എൻജോയ് ചെയ്തത്. അങ്ങനെ ഹീറോയിൻ ബേബീസ് നന്നായിട്ട് പഠിക്കുകയാണ്. ഹാപ്പി എൻഡിങ് സ്റ്റോറീസ്.